ഇല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ല. അമ്മ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊക്കോ, ഞാനില്ല. ആ ഹൂ, എന്തൊരു കഷ്ടം ഇത്. എന്താടാ, എന്താ പ്രശ്നം? എടാ, നമുക്ക് ജോലിയില്ല, പഠിച്ച് പാസ്സായിട്ടില്ല, കല്യാണ പ്രായമായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല, പേരിന് ഒരു ലവർ പോലും ഇല്ല. ഇതൊന്നും ഇല്ലേലും വീട്ടുകാരുടെ കുത്തുവാക്കിനും നാട്ടുകാരുടെ കളിയാക്കലിനും ഒരു കുറവില്ലല്ലോ. ഇതന്നെയാണ്. ഇങ്ങനെയുള്ള നമ്മള് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാലോ, എന്റെ പൊന്നോ, അതിലും ഭേദം വല്ല കിങ്കോങ്ങിന്റെ അണ്ണാക്കി കയറി കൊഞ്ഞനം കുത്തുന്നതാ. ഈ കുടുംബക്കാരെയും പരിചയക്കാരുടെ മുന്നിൽ ഇഞ്ചിഞ്ചായി വധിക്കപ്പെടുന്നതിലും നല്ലതാ. ആണേ, നമ്മളെ പോലെ ഇത് കെട്ടിത്തൂങ്ങുന്നതിന് തുല്യല്ലേ ഇതേപോലുള്ള ഫംഗ്ഷൻസ്, ചോദ്യങ്ങൾ, കുത്തുവാക്ക്, കമ്പാരിസൺസ്. ഒന്നാമത് എനിക്ക് ഈ ആള് കൂടുന്നിടത്ത് പോകാൻ തന്നെ മടിയാ. പഴയ പോലെ ഒന്നും സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നീ പോണ്ടടാ. നിലത്ത് വീണ ഫോൺ അടക്കം തല ഉയർത്തി കുമ്പിട്ടെടുക്കുന്ന പാരമ്പര്യം നമുക്കുള്ളത്. അങ്ങനെയുള്ള നമ്മൾ ആരുടെ മുന്നിൽ തല കുലിക്കരുത്. അതന്നെ, അവരും പൊക്കോട്ടെ. എന്നെ അങ്ങോട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ നോക്കുക. അല്ലെങ്കിൽ ഈ അച്ഛനമ്മമാരുടെ സ്ഥിരം പരിപാടിയാ താല്പര്യമില്ലാത്ത ഫംഗ്ഷന് നമ്മൾ മക്കളെ കെട്ടിയണിച്ച് കൊണ്ടുപോകുന്നത്. എന്തിനാണോ ആവോ? നാണം കെടുത്താൻ, ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ നേക്കഡ് സ്കിന്നാക്കി നാണം കെടുത്താൻ. തൊലി വിരിച്ചേ, നമ്മളൊന്നും അല്ലല്ലോ, നമ്മളൊന്നും ആയിട്ടില്ലല്ലോ. അവരടുത്ത് പോവാൻ പറയടാ. നീ ഇവിടെ ഇരി, പോണ്ട. ആഹാ, അമ്മയും അച്ഛനും പെങ്ങളും അനിയനൊക്കെ കെട്ടിയൊരുങ്ങി പോയിട്ടുണ്ട്. പൊക്കോട്ടെ, ഞാൻ പോണില്ല എന്തായാലും. ഹേയ്, ഒരു കല്യാണത്തിന് ഇത്രയും പേരൊക്കെ പോയാ പോരെ, പിന്നെ എന്തിനാ നിന്നെ നിർബന്ധിക്കുന്നത്? കെട്ട് കഴിഞ്ഞ് പെണ്ണിനും ചെക്കനെയും ഞാൻ തൊട്ട് അനുഗ്രഹിക്കണം പോലും. നീ ആരാ, വലിയ കാരണവരോ? അല്ല, ആരുടെ കല്യാണം? എൻ്റെ അനിയന്റെ.